1000 കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു മിസൈൽ. ഇന്ത്യയുടെ തദ്ദേശീയമായ ഒരു ക്രൂയിസ് മിസൈലിന്റെ കപ്പൽ വിക്ഷേപണ വകഭേദം. അതെ, യുദ്ധക്കപ്പലുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പ്രത്യേകം വികസിപ്പിച്ചെടുത്ത മിസൈൽ. നിലവിൽ നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ പ്രാഥമിക ആക്രമണ ആയുധമായി പ്രവർത്തിപ്പിക്കുന്ന സൂപ്പർസോണിക് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിനെ പൂരകമാക്കുന്ന, ഒരുപക്ഷെ ബ്രഹ്മോസിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് 900 കിലോമീറ്റർ ആണ്. ഇതിൽ കൂടുതൽ 1000 കിലോമീറ്ററോളം ദൂരപരിധിയുമായി ഇന്ത്യയുടെ നാവിക ആക്രമണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പിൽ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും ഇന്ത്യൻ നാവികസേനയും ഈ വർഷം അവസാനം തദ്ദേശീയമായ സാങ്കേതിക ക്രൂയിസ് മിസൈലിന്റെ, അതായത് ITCM-ന്റെ കപ്പൽ വിക്ഷേപണ വകഭേദം പരീക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണ്. ലംബ വിക്ഷേപണ സംവിധാനത്തിൽ നിന്നായിരിക്കും ഇത് വിക്ഷേപിക്കുക. ബഹുമുഖവും ദീർഘദൂര സബ്സോണിക് ക്രൂയിസ് മിസൈൽ സംവിധാനത്തിനായുള്ള ഇന്ത്യയുടെ അന്വേഷണത്തിലെ ഒരു നിർണായക നാഴികക്കല്ലായിരിക്കും ഇതിന്റെ പരീക്ഷണം. യുദ്ധക്കപ്പൽ റഡാർ സംവിധാനങ്ങളുമായി മിസൈലിനെ സമന്വയിപ്പിക്കാനുള്ള സംയോജന ശ്രമങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. നിർഭയ് ക്രൂയിസ് മിസൈൽ പദ്ധതിയുടെ പരിണാമമായ ITCM കര കടൽ ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യമായ ആക്രമണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു സബ്സോണിക് ദീർഘദൂര ക്രൂയിസ് മിസൈലാണിത്. ശത്രു റഡാറിൽ നിന്ന് രക്ഷപ്പെടാൻ നൂതന ഏവിയോണിക്സ്, വേ പോയിന്റ് നാവിഗേഷൻ, ഭൂപ്രദേശത്തിലുള്ള ഹഗ്ഗിംഗ് കഴിവുകൾ എന്നിവ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിലുടനീളം പ്രവർത്തന വഴക്കം ഉറപ്പാക്കുന്നതിന് ഒന്നിലധികം വകഭേദങ്ങളായിട്ടാണ് ITCM വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈൽ, അതേപോലെ തന്നെ കരയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന വേരിയന്റ്, അതേപോലെ തന്നെ മറ്റൊന്നാണ് എയർ ലോഞ്ച്ഡ് വേരിയന്റ്, കപ്പലിൽ നിന്ന് വിക്ഷേപിച്ച വകഭേദം. ഇങ്ങനെ ഒന്നിലധികം വകഭേദങ്ങളിലായിട്ടാണ് ഈ ITCM വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈൽ SLCM 2023 ഫെബ്രുവരിയിൽ വിജയകരമായി പരീക്ഷിച്ച SLCM വേരിയന്റ്. ഇത് വെള്ളത്തിനടിയിലുള്ള അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ അണ്ടർ വാട്ടർ സ്ട്രൈക്ക് കഴിവുകളാണ് വർദ്ധിപ്പിക്കുന്നത്. അടുത്തതായ കരയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന വേരിയന്റ്, അതായത് LRLACM 2024 നവംബർ 12 ഒഡീഷയിലെ ചാന്ദിപ്പൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലെ ഒരു മൊബൈൽ ആർട്ടിക്കുലേറ്റഡ് ലോഞ്ചറിൽ നിന്ന് ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ അഥവാ LRLACM ആദ്യ പറക്കൽ പരീക്ഷണം നടത്തി. ഈ പരീക്ഷണം അതിന്റെ 1000 കിലോമീറ്റർ ദൂരപരിധിയും കൃത്യതയുള്ള നാവിഗേഷൻ കഴിവുകളുമാണ് കാണിച്ചത്. മറ്റൊന്നായ എയർ ലോഞ്ച്ഡ് വേരിയന്റ്. നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേരിയന്റ് സുഖോയ് 30 MKI, റാഫേൽ പോലുള്ള ഇന്ത്യൻ വ്യോമസേന പ്ലാറ്റ്ഫോമുകളെ ദീർഘദൂര ആക്രമണ ശേഷികളുടെ സജ്ജമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അടുത്തതാണ് കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന വകഭേദം. ഇതാണ് ഇപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടി പദ്ധതിയിടുന്നത്. വരാനിരിക്കുന്ന ഈ പരീക്ഷണം ഈ വകഭേദത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതായത് ITCM-നെ നാവിക യുദ്ധ കപ്പലുകളുമായി സംയോജിപ്പിച്ച് ശക്തമായ ഒരു സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്ക് ഓപ്ഷനാണ് ഇത് ഇന്ത്യക്ക് നൽകുന്നത്. കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ITCM നിലവിൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രാഥമിക ആക്രമണ ആയുധമായ സൂപ്പർസോണിക് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുമായി പൂരകമാകും എന്നാണ് പറയുന്നത്. അതായത് ബ്രഹ്മോസ് എന്ന് പറയുന്നത് 900 കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് നവീകരിക്കുമ്പോൾ ITCM-ന്റെ 1000 കിലോമീറ്റർ ദൂരവും സബ്സോണിക് പ്രൊഫൈലും ഉയർന്ന കൃത്യതയോടെ വിദൂര ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്നതിന് ചെലവ് കുറഞ്ഞതും ദീർഘദൂരവുമായ ഒരു ബദലാണ് ഇന്ത്യക്ക് നൽകുന്നത്. ഈ പരീക്ഷണത്തിന് വേണ്ടി യുദ്ധക്കപ്പലുകൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ഒരു താൽക്കാലിക ലംബ വിക്ഷേപണ സംവിധാനം ഇപ്പോൾ DRDO നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോഞ്ചർ ITCM-നെ നാവിക പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ പ്രാപ്തമാക്കും. ഇത് ഡിസ്ട്രോയറുകൾ, ഫ്രിഗേറ്റുകൾ പോലുള്ള മുൻനിര കപ്പലുകൾക്ക് നിർണായകമാണ്. ഇന്ത്യൻ നാവികസേന യൂണിവേഴ്സൽ വെർട്ടിക്കൽ ലോഞ്ച് മൊഡ്യൂളുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവ പല യുദ്ധക്കപ്പലുകളെയും പഴയ റഷ്യൻ UK SK സെല്ലുകൾക്ക് പകരമായി ഉപയോഗിക്കുന്നു. അതായത് ഇതുമൂലം ഈ ITCM, ബ്രഹ്മോസ് എന്നിവ പോലുള്ള വിവിധ തരം മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് കൂടുതൽ എളുപ്പമാക്കുന്നു. ഇപ്പോഴത്തെ ഈ പരീക്ഷണ തയ്യാറെടുപ്പുകളുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് യുദ്ധക്കപ്പൽ റഡാർ സംവിധാനങ്ങളുമായി ഈ ITCM-നെ സംയോജിപ്പിക്കുക എന്നതാണ്. ഇങ്ങനെ ഇതിന്റെ ഈ പരീക്ഷണങ്ങൾ പൂർത്തിയാകുമ്പോൾ ഏകദേശം 5000 കോടി രൂപ വിലമതിക്കുന്ന 200 LRLACM-കൾക്ക് ഇന്ത്യൻ നാവികസേന ഓർഡർ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ITCM പ്രോഗ്രാമിലുള്ള ശക്തമായ ആത്മവിശ്വാസത്തെയാണ് കാണിക്കുന്നത്. കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന വകഭേദം പ്രത്യേകിച്ച് നാവികസേനയുടെ പരമ്പരാഗത പ്രതിരോധ ശേഷിയാണ് വർദ്ധിപ്പിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വിപുലീകരിക്കുന്ന നാവിക സാന്നിധ്യവും പാകിസ്ഥാന്റെ സമുദ്രശേഷിയും ഉയർത്തുന്ന ഇതുൾപ്പെടെയുള്ള പ്രാദേശിക ഭീഷണികൾക്ക്
വിശ്വസനീയമായ ഒരു പ്രതികരണമാണ് ഇത് ഇന്ത്യക്ക് നൽകുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ നാവിക ആണവ പ്രൊപ്പൽഷൻ ശേഷിയിൽ ഒരു സുപ്രധാന കുതിച്ചുചാട്ടം ഇന്ത്യൻ നാവികസേനയുടെ അടുത്ത തലമുറ S-5 ക്ലാസ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾക്കും പ്രോജക്ട് 77 ആണവ ആക്രമണ അന്തർവാഹിനികൾക്കും ഊർജം പകരുന്നതിനായി ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ 200 മെഗാവാട്ട് ആണവ റിയാക്ടർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. CLWR-B2 എന്ന രഹസ്യ നാമമുള്ള ഒരു അടുത്ത തലമുറ റിയാക്ടർ ആണ് ഇത്. നിലവിൽ ഇന്ത്യയുടെ അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികൾ ഉപയോഗിക്കുന്നത് 83 MW റിയാക്ടറുകളാണ്. ഇപ്പോൾ ഈ സമ്പുഷ്ടമായ യുറേനിയം ഇന്ധനമായി ഉപയോഗിക്കുന്ന 200 മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടർ നിലവിൽ ഇന്ത്യയിലെ അരിഹന്ത് ക്ലാസ് SSBNകൾക്ക് ഊർജം നൽകുന്ന 83 മെഗാവാട്ട് CLWR-B1 റിയാക്ടറുകളെ അപേക്ഷിച്ച് ഗണ്യമായ സാങ്കേതിക പുരോഗതിയാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ ഈ 200 മെഗാവാട്ട് റിയാക്ടർ ഏകദേശം 8 വർഷമായിട്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണ സൈക്കിൾ പ്രവർത്തനങ്ങളുടെ ഡിസൈൻ ജോലികളും കമ്പ്യൂട്ടർ സിമുലേഷനുകളും ഒക്കെ ഇതിനകം തന്നെ പൂർത്തിയായി. ഈ S-5 SSBNകളുടെയും പ്രൊജക്ട് 77 SSNകളുടെയും പ്രവർത്തന പ്രൊഫൈലുകൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിയാക്ടർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അവയുടെ പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഇത് പ്രത്യേകം ട്യൂണിംഗ് ചെയ്തിരിക്കുന്നു. ദീർഘനേരം നീണ്ടു നിൽക്കുന്ന രഹസ്യമായി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ തന്ത്രപരമായ പ്രതിരോധത്തിനായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. S-5 SSBNകൾക്ക് റിയാക്ടർ വേരിയന്റ് നീണ്ടു നിൽക്കുന്ന വെള്ളത്തിനടിയിലുള്ള ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്നതിന് സ്ഥിരമായ ഒരു പവർ ഔട്ട്പുട്ടിനാണ് മുൻഗണന നൽകുന്നത്. 13,000 ടണ്ണിൽ കൂടുതൽ വെള്ളത്തിനടിയിലുള്ള സ്ഥാനചലന ശേഷിയുള്ള ഈ അന്തർവാഹിനികൾ 5000 കിലോമീറ്റർ പരിധിയുള്ള KL-5 SLBM പോലുള്ള 12 മുതൽ 16 വരെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെയാണ് വഹിക്കുന്നത്. ഇതിന് വിപരീതമായി ഈ പ്രൊജക്ട് 77 SSNകൾ ആന്റി ഷിപ്പിംഗ് ലാൻഡ് അറ്റാക്ക്, ഇന്റലിജൻസ്, സർവൈലൻസ്, റീകണൈസൻസ് തുടങ്ങിയ ദൗത്യങ്ങൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പ്രൊജക്ട് 77 SSNകൾ ദ്രുതഗതിയിലുള്ള അതിവേഗ ത്വരിതപ്പെടുത്തലും ചലനാത്മകതമായ പവർ ഡിമാൻഡുകളും നൽകാൻ കഴിവുള്ള ഒരു റിയാക്ടർ വേരിയന്റ് ആണ് ഇതിന് വേണ്ടത്. ഈ 200 മെഗാവാട്ട് റിയാക്ടറിന്റെ വൈവിധ്യം എന്ന് പറയുന്നത് ഈ രണ്ട് മിഷനെയും പിന്തുണയ്ക്കാൻ അനുവദിക്കുന്നു. അതായത് ഏതാണ്ട് സമാനമായ ഡിസൈനുകളാണ് ഇതിനുള്ളത്. എന്നാൽ ഇതിന്റെ പ്രകടനം ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ ട്യൂണിങ്ങിലാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു വളരെ നിർണായകമായ ഘട്ടമാണ്. കാരണം ഇന്ത്യക്ക് നൂതന ആണവ അന്തർവാഹിനികൾ ഇപ്പോൾ ആവശ്യമാണ്. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി 6 SSBNകളും 6 SSNകളും ഉൾപ്പെടെ ഏകദേശം 60ഓളം അന്തർവാഹിനികളാണ്. 60ഓളം അന്തർവാഹിനികളുടെ ശക്തമായ ഒരു കപ്പൽ പലകയാണ് പ്രവർത്തിപ്പിക്കുന്നത്. ടൈപ്പ് 95 SSN, ടൈപ്പ് 96 SSBN പോലുള്ള പുതിയ ക്ലാസുകൾ ഇവരിപ്പോൾ വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അരിഹന്ത് ക്ലാസിനേക്കാൾ വളരെ വലുതായ S-5 SSBNകൾ ഇന്ത്യയുടെ സമുദ്രാധിഷ്ഠിത ആണവ ട്രയാഡിന്റെ നട്ടെല്ലായി മാറും. INS അരിഹന്ത്, INS അരിഘട്ട്, INS അരിദമൻ, S-4 അന്തർവാഹിനികളെ ഇത് പൂരകമാക്കും. 6 അന്തർവാഹിനികളുടെ ആസൂത്രിത കപ്പൽ കൂട്ടവും ഏകദേശം 9800 ടൺ വെള്ളത്തിനടിയിലുള്ള സ്ഥാനചലനവുമുള്ള പ്രൊജക്ട് 77 SSNകൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് ശക്തമായ ആക്രമണ ശേഷിയാണ് നൽകുന്നത്. ഈ 200 മെഗാവാട്ട് റിയാക്ടറിന്റെ വർദ്ധിച്ച ഊർജ്ജ ഉൽപാദനം അരിഹന്ത് ക്ലാസ് റിയാക്ടറുകളുടെ ഇരട്ടിയിലധികം സ്റ്റെൽത്ത്, വേഗത, സഹിഷ്ണുത എന്നിവ വർദ്ധിപ്പിക്കും. ഇത് ഈ അന്തർവാഹിനികളെ മാസങ്ങളോളം ഉപരിതലത്തിലേക്ക് വരാതെ പ്രവർത്തിക്കാൻ സാധിക്കും. 1954 സ്ഥാപിതമായ ആണവ സാങ്കേതിക വിദ്യയിൽ ബാർസിന്റെ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വൈദഗ്ധ്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ഈ 200 മെഗാവാട്ട് റിയാക്ടറിന്റെ വികസനം. അരിഹന്ത് ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന 83 മെഗാവാട്ട് CLWR-B1ന്റെ പരിണാമമായ ഈ റിയാക്ടർ വിപുലമായ സുരക്ഷാ സവിശേഷതകൾ, മെച്ചപ്പെട്ട ഇന്ധനക്ഷമത, 10 വർഷം വരെ ദീർഘിപ്പിച്ച ഇന്ധനം നിറയ്ക്കൽ ഇടവേളകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇത് അറ്റകുറ്റപ്പണി ചെലവ് കുറയ്ക്കുകയും പ്രവർത്തന സന്നദ്ധ വർദ്ധിപ്പിക്കുകയും ചെയ്യും. വലുതും കൂടുതൽ കഴിവുള്ളതുമായ അന്തർവാഹിനികളുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസരിച്ച് അതിന്റെ റിയാക്ടർ ഡിസൈൻ പൊരുത്തപ്പെടുത്താനുള്ള ബാർസിന്റെ കഴിവ്, ഈ സ്കേലബിലിറ്റിയാണ് എടുത്തു കാണിച്ചിരിക്കുന്നത്. കൽപ്പാക്കത്തെ ആണവ അന്തർവാഹിനികളെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന S-1 പ്രോട്ടോടൈപ്പിന്റെ മാതൃക പിന്തുടർന്ന് ഡിസൈൻ മാറ്റങ്ങൾ സാധൂകരിക്കുന്നതിനും സംയോജനത്തിനു മുൻപേ വിശ്വാസ്യത ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു കര അധിഷ്ഠിത പ്രോട്ടോടൈപ്പിനുള്ള പദ്ധതികളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾ അറിയുന്നതിനു വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.